ഹായ്, ആസാദി. ഞാനൊരു പക്ഷേ 2-3 ദിവസം ലേറ്റ് ആയിട്ടാണ് സിനിമ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എനിക്ക് എന്തായാലും ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ കാണാൻ പറ്റൂല എന്ന് എനിക്ക് തീർച്ചയായതുകൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാരുടെ സിനിമാ നിരൂപണം നോക്കി വരാം. ആരും ആസാദി എന്ന സിനിമയെക്കുറിച്ച് നിരൂപണം നടത്തിയതായിട്ട് കണ്ടില്ല. സിനിമയുടെ ട്വിസ്റ്റും ടേണും എല്ലാം ഗംഭീരമായിരുന്നു എന്ന് പറയാം. ഒരു പരിധി വരെ എഴുതി വെച്ചത് വരെ, തിരക്കഥ വരെ. പക്ഷെ എനിക്ക് എടുത്ത ഒരു രീതി എനിക്ക് ഒരു കുറച്ച് തൃപ്തിക്കുറവുണ്ടായിരുന്നു. സിനിമ നല്ലൊരു രീതിയിൽ ഒഴുക്കിലിങ്ങനെ ക്ലൈമാക്സ് വരെ കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് ആദ്യം തന്നെ അതിന്റെ ട്വിസ്റ്റ് പറഞ്ഞു, പിന്നെ അതന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട് എന്നല്ലാതെ നമുക്കതൊരു രജിസ്റ്റർ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്കതൊരു ഉൾക്കൊള്ളാൻ കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ക്ലൈമാക്സിലെ ട്വിസ്റ്റ് അത്രയും ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അല്ലെങ്കിൽ തന്നെ കുറെ സ്ഥലത്തൊക്കെ അത് എനിക്ക് ആ ഒഴുക്ക് നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു രോമാഞ്ചം കൊള്ളുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട സീനുകളൊന്നും അവർ കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഭിനേതാക്കളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാല് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഒന്ന് വാണി വിശ്വനാഥ്, ശ്രീനാഥ് ബാസി, ലാല്, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊന്നും പേരെനിക്ക് ഓർമ്മയില്ല, അറിയില്ല. നടിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയിച്ചവരെല്ലാരും ഗംഭീരമായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയോ ഒരു ശക്തിയില്ലാത്തതുപോലെ. കാരണം ലാലിനൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം ഇന്നതാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ പോലും അതിന്റെ ഒരു പവർ അതിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ശ്രീനാഥ് ബാസി നായകനാണ്, വില്ലനായിട്ടുള്ള പോലീസുകാരനായിട്ട് ഷമ്മി തിലകൻ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അല്ലാതെ അദ്ദേഹം കീഴുദ്യോഗസ്ഥനായിട്ട് ഒരാളുണ്ട്, അയാള് നല്ലൊരു പെർഫോം ചെയ്തു. പക്ഷെ ഇതിനൊക്കെ ഒരു പവർ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഡൗട്ടാണ്. ഈ ഒരു 3 ആളെ ശ്രീനാഥ് ബാസിനെ സഹായിക്കുന്നുണ്ട്. അവർ അവസാന നിമിഷം ഈ പോലീസുകാരെ തിരിച്ചടിക്കുന്ന ഒരു രംഗത്തുണ്ട്. അടികൊണ്ട് അയാൾ വീഴുന്നു, പക്ഷെ ഈ അടിച്ച വ്യക്തിനെ അവിടെ കാണിക്കുന്നില്ല. അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിനൊരു ഇത് കൊടുത്താലല്ലേ അയാൾക്കൊരു പവർ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്തൊരു അയാൾ ഇത് വിടുക. സിനിമക്ക് നമുക്ക് കാണുമ്പോ ഒരു അടി കൊടുത്തു ആ ഒരു സാധനം എനിക്ക് അവിടെ കിട്ടിയില്ല. അത് കിട്ടണമെങ്കിൽ അയാളുടെ ഒരു ഇതും കൂടി കാണിക്കണ്ടേ, അത് കാണിക്കുന്നില്ല ഇവർ. പിന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല്, ഈ പറയുന്ന ക്ലൈമാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് ഇട്ടു. പിന്നെ ആകെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മ്യൂസിക് ചെയ്ത ആൾക്ക് പൈസ കൊടുത്തിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. കാരണം വെച്ചാൽ ആസാദിയിൽ ഒറ്റ സോങ്ങല്ല BGM അല്ലാണ്ട് മറ്റൊരു സോങ് കേറിക്കൊളുത്തേണ്ട സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്കൊരു ഡൗട്ട്. അങ്ങനെ ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, ഇത് ശ്രീനാഥ് ബാസിയാണ് പ്രധാനമായതെങ്കിലും TG രവിക്ക് കൊടുത്തിരിക്കുന്ന റോള് അതിഗംഭീരം. അയാളെ ക്ലൈമാക്സിൽ വന്നിട്ട് പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, അയാളത് ഗംഭീരമായി നിർവഹിച്ചു. പക്ഷെ അതാണ് ഇവിടെ പ്രശ്നം. എല്ലാത്തിനും ക്ലൈമാക്സിൽ ഇത് കട്ട് ചെയ്തത് ഈ ഞാനത് പറയേണ്ടത്, ഇപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് തെറിച്ചു പോയത് പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊരു ഓർഡർ ആക്കിയിട്ട് വെക്കാത്തത് പോലെ. കാരണം നമുക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോഴും ആ തുടക്കത്തിൽ നമുക്കിങ്ങനെ ഗൂസ് ബമ്പ് കയറി അതിന്റെ ഹൈയിൽ നിൽക്കണ്ടേ, ആ സാധനം എനിക്ക് അവിടെ മിസ്സായിപ്പോയി. അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ സിനിമ ഗംഭീരം. കാരണം നമ്മളെ ആ ട്വിസ്റ്റിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കും. ഞാനിങ്ങനെ ഇയാൾ ഗംഭീര ട്വിസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ വിചാരിച്ചാ ഓക്കെ അവിടെ ആയിരുന്നു. കാരണം വേറൊരാളൊക്കെ നിൽക്കുന്നുണ്ട്, നമ്മളെ സൈജു കുറുപ്പ്. ഞാൻ വിചാരിച്ച സൈജു കുറുപ്പിനൊക്കെ വെച്ച്, കാരണം ആദ്യം പോലെ പുള്ളിനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, പുള്ളിനെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ സൈജു കുറുപ്പിനെ അവിടെ കൊണ്ടുവന്ന് യാതൊരു കാര്യം, ഞാൻ വിചാരിച്ചു ട്വിസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
അങ്ങനെ ഒരു സംഭവം നമുക്ക്, ഞാൻ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം പ്രതീക്ഷിച്ചെങ്കിലും ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അത് നമുക്ക് മുന്നിൽ ഡെലിവറി ചെയ്ത രീതി പോലും ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര വായന എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ആസാദ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നാണ് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ അല്ലാണ്ട് OTT കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇതിനോട് ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതുപോലുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആസാദ് പോയി കാണുക. അപ്പം അടുത്തൊരു സിനിമയായിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ഗുഡ് ബൈ.